ഹായ് ഹലോ, നല്ല പഴുത്ത വരിക്ക ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കൊരു ചക്കപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ചക്കയൊക്കെ കട്ട് ചെയ്ത് മിക്സീൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ഏലക്കായും 2 ശർക്കര ഉരുക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ചക്കക്കാലമൊക്കെ കഴിയാറായില്ലേ. അപ്പോൾ കഴിയുന്നതിൻ്റെ മുമ്പ് ചക്കപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതൊരു നൊസ്റ്റായിട്ടുള്ള ഐറ്റം തന്നെയല്ലേ നമ്മുടെ ഈ ചക്കപ്പൊക്കെ. പഴഞ്ചക്ക വെച്ചിട്ടാണ് കേട്ടോ ചക്കപ്പം ഉണ്ടാക്കുക പണ്ടൊക്കെ. പക്ഷേ ഈ വരിക്കച്ചക്ക വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഴഞ്ചക്ക ആകുമ്പോൾ നമുക്കതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നല്ലപോലെ അരച്ച് ഫൈനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുപ്പിൽ ഒരാഴ്ചമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു പാത്രവും ഇലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ആവശ്യത്തിനുള്ള എത്ര തിക്നെസ് എന്ന് വെച്ചാൽ ആ ഒരു ആവശ്യത്തിന് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ബാറ്റർ 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പം ഇവിടെ റെഡി ആയിരിക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയായ ചക്കപ്പം റെഡി. അപ്പോൾ ചൂട് കാപ്പീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പൊളിയായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്.